ഹലോ ഫ്രണ്ട്സ്, പാവയ്ക്ക് ഇതുപോലെ നല്ല തുടുത്ത് കിട്ടാൻ, നല്ല വലുപ്പത്തിൽ കിട്ടാൻ പാവൽ എങ്ങനെ കൃഷി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മഴ പെയ്ത സമയത്ത് നമ്മുടെ ഒരു പ്ലാവിൻ്റെ കമ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വേസ്റ്റായി കിട്ടുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് കൃഷിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊന്നും വേസ്റ്റാക്കി കളയണ്ട. നമ്മൾ വാഴയെല്ലാം ഒടിഞ്ഞു വീണപ്പോൾ തന്നെ അതെല്ലാം കട്ട് ചെയ്ത് ഇലകളെല്ലാം വേറെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലകളെല്ലാം നമുക്ക് കൃഷിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ധാരാളം പറമ്പിലൊക്കെ ഒത്തിരി കളകളൊക്കെ കാണില്ലേ, അതെല്ലാം നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാകും, ഞാൻ മുന്നേ ഒരു കൂർക്ക കൃഷിയുടെ ടിപ്സായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പാവയ്ക്ക വിളവെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പാവൽ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാവയ്ക്കകത്തുനിന്ന് അത്ര വലിയതായിട്ടുള്ള വലിപ്പത്തിലുള്ള പാവയ്ക്കൊന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ധാരാളമായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വലിപ്പം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന്ന് പറിച്ചെടുത്ത് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് നമുക്ക് പാവലിൻ്റെ തൈ നട്ടുപിടിപ്പിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു 50,000 വ്യൂസെങ്കിലും വേണമെന്നാണ് ആഗ്രഹം. കാരണം എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു ഏർണിങ്സും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ബാക്കിയുള്ള എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം, സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊരു അപേക്ഷയാണ്. പാവയ്ക്ക, വഴുതനങ്ങ എല്ലാം തന്നെ, പച്ചമുളകായാലും നമുക്ക് പഴുത്തൊക്കെ കഴിയുമ്പോൾ തന്നെ, വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അരി നമുക്ക് ഡയറക്റ്റായിട്ട് പാകിയാലും അത് കിളിർത്ത് വരും, നല്ല കരുത്തോടെ തന്നെ വളരും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വിത്ത് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് അത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ഇതെല്ലാം തന്നെ കിളിർത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാവൽ കണ്ടല്ലോ, ഇതിനകത്തെല്ലാം തന്നെ ധാരാളമായിട്ട് കായ്കൾ കണ്ടില്ലേ. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്, കട്ട് ചെയ്ത് കളയുമല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വലിയൊരു വലുപ്പമൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. പിന്നെ നമ്മൾ പാവയിൽ കൃഷി ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള, നല്ല വലിപ്പമൊക്കെ ഉള്ള, രോഗപ്രതിരോധ ശേഷിയൊക്കെയുള്ള നല്ല വിത്തിനെ നോക്കിയിട്ട് വേണം നടാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വിത്ത് വെച്ചിട്ട് നട്ടതായിരുന്നു. അപ്പോൾ അത് നല്ലൊരു വലുപ്പത്തിൽ കിട്ടി. അത് നമ്മളിപ്പോൾ പാകി കിളിപ്പിച്ചെടുത്തു. അപ്പം നല്ല വിത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ പാവൽ കൃഷി ചെയ്യാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്തും വേണം പാവൽ കൃഷി ചെയ്യാൻ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല വലുപ്പത്തിൽ പാവയ്ക്ക് കിട്ടുകയും ചെയ്യും, നല്ല വിളവും കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു പഴയ ഗ്രോ ബാഗ് എല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള പടവല ഞാൻ ഇളക്കി എടുക്കുകയാണ്. പിന്നെ വളമൊക്കെ നിറച്ച് കഴിയുമ്പോൾ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഒരു ചെറിയൊരു ചട്ടിയിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ തണലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് നടാം. അപ്പോൾ ഇത് ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഗ്രോ ബാഗിലെ മണ്ണെല്ലാം ഒന്ന് ഇളക്കി എടുത്ത് വളമൊക്കെ ഒന്ന് നിറയ്ക്കാം. അപ്പോൾ അത്യാവശ്യം ഈ മണ്ണെല്ലാം നല്ല ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് താഴെയായിട്ട് കരിയിലയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കരിയിലെല്ലാം നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പാവലും പടവലും എല്ലാം നട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം വേരുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വേരുകളെല്ലാം മാറ്റി മണ്ണെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇളക്കമുള്ളതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചകിരിച്ചോറൊന്നും മേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെയുള്ള കരിയിലയൊക്കെ അങ്ങോട്ട് ചേർത്താൽ തന്നെ നന്നായിട്ട് നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടും. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഞാൻ ഒരു 2 പിടി കുമ്മായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുമ്മായത്തിനകത്ത് ധാരാളമായിട്ട് കാൽസ്യം ഉണ്ട്. കായ്കൾക്കൊക്കെ നല്ല വലിപ്പം കിട്ടാനും നല്ല ക്വാളിറ്റിയിൽ കിട്ടാനും കാൽസ്യം വേണം. നിങ്ങൾക്ക് കുമ്മായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം എല്ലുപൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചാവാനും അതുപോലെ മണ്ണിൻ്റെ അമ്ലത നിലനിർത്താനും ഒക്കെ കുമ്മായം സഹായിക്കും. പിന്നെ ഞാനൊരു 2 പിടി ചാരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചാരത്തിൽ ധാരാളം പൊട്ടാഷ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാവൽ നന്നായിട്ട് കായ്ക്കാനും പൂക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഈ ഒരു മണ്ണാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ജൈവവളങ്ങളൊക്കെ, ആട്ടിൻ കാഷ്ടം, ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ജൈവവളങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറാമിൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഈ എല്ലുപൊടിയും മറ്റ് ജൈവവളങ്ങൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അത് കിലോയ്ക്ക് ഏകദേശം ഒരു 36 രൂപയെങ്ങാണ്ട് ആണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ ഈ ഒരു വളം നിറച്ചിട്ടുള്ള മണ്ണെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വാഴയിലയും പ്ലാവിൻ്റെ ഇലയും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ചാണകപ്പൊടിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ല വലിയ അളവിൽ ചാരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ചേർത്ത് കൊടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പോൾ അതിൻ്റെ ഇളം തണ്ടുകൾ എല്ലാം ഞാൻ അങ്ങോട്ട് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേപ്പും പിണ്ണാക്കിന് പകരം ഉപയോഗിക്കാം.
നിമാവിരകളെ നശിപ്പിക്കുകയും വേരിൽ കൂടി ഉണ്ടാകുന്ന രോഗങ്ങളെ തടയുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ അളവിലാണ് ഞാൻ മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി പകുതിയും പച്ചിലകളൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നിറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇനി ഇതിനകത്ത് വേറെ വലിയ വളങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള വളങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ വലിയ വില കൊടുത്ത് നമുക്ക് വലിയ രാസവളങ്ങളോ അല്ല മറ്റ് വളങ്ങളോ ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പച്ചിലകൾ എല്ലാം തന്നെ ആകുമ്പോൾ തന്നെ നല്ലൊരു വളമായിട്ട് കിട്ടും. ഈ വാഴയിലയിൽ പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ട്. പ്ലാവിൻ്റെ ഇലയിലാണെങ്കിലും നൈട്രജൻ ഉണ്ട്. അപ്പോൾ തന്നെ എല്ലാം കൂടി ആവും. അതുപോലെ തന്നെ കാൽസ്യം കുമ്മായത്തിലുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പാവൽ നന്നായിട്ട് തന്നെ വളർന്ന് നമുക്ക് നല്ല വിളവ് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പാവലിൻ്റെ വേരുകൾക്കൊക്കെ നന്നായിട്ട് ഇറങ്ങാനും ഒക്കെ ആയിട്ട് സാധിക്കും. ധാരാളമായിട്ട് സൂക്ഷ്മജീവികളൊക്കെ മണ്ണിരകളും എല്ലാം തന്നെ ധാരാളമായിട്ട് ഇതിനകത്ത് നിറഞ്ഞ് വേരുകൾക്കൊക്കെ നല്ല ഓട്ടം കിട്ടാനുമായിട്ടൊക്കെ ഒക്കെ സഹായിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ പാവൽ കിളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒന്ന് മുളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് വെയിലത്തൊക്കെ വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തോടെ നല്ല ഉന്മേഷത്തോടെ തന്നെ നമ്മുടെ ഈ പാവലിൻ്റെ തൈകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി നടണം. നമ്മുടെ ഗ്രോ ബാഗുകളെല്ലാം ഞാൻ വളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ പച്ചിലകളെല്ലാം തന്നെ അവിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ മണ്ണ് താഴോട്ട് കുറഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് തൈകളെല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെ വേര് പൊട്ടാതെ ഇളക്കി നമുക്ക് മാറ്റി നടാം. പിന്നെ ഞാൻ ഈ വേരൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിനകത്ത് കുറച്ചൊന്ന് വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വേരൊന്നും പൊട്ടിപ്പോകാതെ വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതായിരിക്കും. ഒരു ഗ്രോ ബാഗിൽ മാക്സിമം ഒരു 3 തൈ വെച്ച് നടാം. അതിൽ കൂടുതലൊന്നും വേണ്ട. കാരണം ഇത് നന്നായിട്ട് വളർന്നു വരേണ്ടതാണ്. ധാരാളം വേരുകളൊക്കെ പൊട്ടി വരുന്നതാണ്. ചെറിയ ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു 2 എണ്ണം വെച്ച് നട്ടാൽ മതിയാകും. കരിയില കമ്പോസ്റ്റൊക്കെ ചേർന്ന് നല്ല പൊടിഞ്ഞ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇതൊന്നും നടാനായിട്ട് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഞാൻ ഈ കുമ്മായം നിറച്ച ഗ്രോ ബാഗിൽ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഈ തൈകൾ നടുന്നത്. അതും രാവിലെ ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നല്ലൊരു തണലൊക്കെ ആയ സമയത്താണ് ഞാൻ ഈ തൈകളൊക്കെ നടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് ഒരു 5 ദിവസമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഒരു തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിത് ഡയറക്റ്റായിട്ട് അങ്ങ് നടുന്നത് മാത്രം. അങ്ങനെ പാവലെല്ലാം ഒരുവിധം നട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുള്ള പടവലത്തിൻ്റെ തൈയല്ലേ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് മാറ്റി നടാം. പാവൽ നട്ടിട്ടുള്ള അതേ ഗ്രോ ബാഗിലാണ് ഞാൻ ഈ ഒരു പടവല നടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ ഇത് 2 എണ്ണം മതി. ഈ പാവലും പടവലും മിക്സ് ചെയ്ത് നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വളർന്നു വരും. പക്ഷേ പയർ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നും തന്നെ മിക്സ് ചെയ്ത് നടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാവൽ പടവലം ഇതിൻ്റെ എല്ലാം തണ്ടിന് വളരെ കട്ടി കുറവാണ്. അപ്പം ഈ പയറിൻ്റെ തണ്ടിന് നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് പടർന്നു കയറുമ്പോൾ അതിന് നന്നായിട്ട് വളർന്നു വരാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരിക്കലും പയർ ഇതിൻ്റെ കൂടെ ഒന്നും മിക്സ് ചെയ്ത് നടരുത്. പിന്നെ നമ്മുടെ വഴുതന നട്ടിട്ടുള്ള ഗ്രോ ബാഗിലുണ്ടല്ലോ 2-3 പടവലത്തിൻ്റെ തൈ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട സമയത്ത് തനിയെ കിളിർത്ത് വന്നതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഗ്രോ ബാഗിൽ നടാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 2-3 തൈ ഉണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ നടാൻ സ്പേസും ഉണ്ടല്ലോ. പിന്നെ ഞാനിതിൻ്റെ ചുവട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെമ്പരത്തിയുടെ കമ്പ് ഒടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു മഞ്ഞ ചെമ്പരത്തിയാണ്. അപ്പോൾ അതും വേര് പിടിപ്പിക്കാനായിട്ട് ഞാനിത് ചുവട്ടിൽ വെച്ചതാണ്. അപ്പോൾ അതിനി സമയം കിട്ടുമ്പോൾ മാറ്റി നടണം. ഞാൻ അങ്ങനെയൊക്കെ എല്ലാ ഗ്രോ ബാഗിൻ്റെ ചുവട്ടിലൊക്കെ ഇതുപോലൊക്കെ ഓരോന്നൊക്കെ നട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഗ്രോ ബാഗിലായിട്ടാണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ പടവലമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വേര് വരുന്നതാണ്. ഈ പാവലിനേക്കാളും നന്നായിട്ട് വേര് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും ചെറിയ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മാത്രം നട്ടാൽ മതിയാവും. എന്നാലേ ഇത് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ.
ഇനി ഇതിൻ്റെ ചുവട്ടിലോട്ട് കുറച്ച് കരിയിലയൊക്കെ ഒന്ന് പുതിയതായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും അതിൻ്റെ ചുവട്ടിൽ കരിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് മഴ സമയത്താണെങ്കിലും അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിലും വെയിലടിക്കാതിരിക്കാനും കൂടുതലായിട്ട് മഴവെള്ളമൊക്കെ വീണ് ചുവട്ടിൽ വീണ് ഇതൊന്നും നശിച്ചു പോവാതിരിക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു കരിയില പുത നല്ലതാണ്. അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടപ്പന്മാരെ എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. ഇനി പാവലിൻ്റെ വളപ്രയോഗം, അതിൻ്റെ കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ അതെല്ലാം ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വിളവെടുത്തിട്ടുള്ള പാവലാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും ധാരാളമായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട്, ധാരാളമായിട്ട് പൂക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം അരി പാകാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒറ്റയൊരു പാവലാണ് ഇത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള രീതികളിലൊക്കെ നിങ്ങൾ പാവലൊന്ന് നട്ട് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റു വീഡിയോസും കാണുക. താങ്ക്